കൃഷ്ണൻകുട്ടിയാണ് മണിമലയിൽ നിന്നും. ശ്രീ കൃഷ്ണൻകുട്ടി, ഈ കേരളത്തിൽ യഥാർത്ഥത്തിൽ ഇതിനെയൊക്കെ വലിയ നവോത്ഥാനത്തിൻ്റെ ചരിത്രമുണ്ട്, വിദ്യാഭ്യാസത്തിൻ്റെ ചരിത്രമുണ്ട്, ലോകം കണ്ടതാണ്. മറ്റ് നാടുകളെ അപേക്ഷിച്ച് കൂടുതൽ ലോകം കണ്ടവരാണ് മലയാളികൾ. പക്ഷേ ഇങ്ങനെയുള്ള തട്ടിപ്പുകാർക്ക് മുന്നിൽ പോയി സാഷ്ടാംഗം വീഴുന്നവരായി മലയാളി മാറുന്നത് എന്തുകൊണ്ടാണ്? നമസ്കാരം. നമസ്കാരം. ഇതെവിടെയാ തുടങ്ങേണ്ടതെന്ന് അറിയില്ല, അത്രയ്ക്ക് വിപുലമാണ് ഈ സബ്ജക്ട്. അതായത് നമ്മൾ വിശ്വസിച്ചത് നമ്മുടെ ശ്രീരാമൻ ജനിച്ചത് അയോധ്യയിലെ ഏതോ ഒരു സ്ഥലത്താണ്. അത് അവിടെ ഒരു പള്ളി ഉണ്ടായിരുന്ന ആ പള്ളിക്കുള്ളിലായിരുന്നു അന്നത്തെ അയോധ്യയിലെ ഈ ശ്രീരാമൻ ജനിക്കുന്ന ലേബർ റൂം ഉണ്ടായിരുന്നത്, പ്രസവമുറി ഉണ്ടായിരുന്നതെന്നാണ് നമ്മളെ വിശ്വസിപ്പിച്ചത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ആ പള്ളി അങ്ങ് പൊളിച്ചു കളഞ്ഞു. എന്നിട്ട് അവിടെ നമ്മൾ ഒരു അമ്പലം ഉണ്ടാക്കി. എന്റെ സംശയം, ഒരു പള്ളിയിൽ ഒരു ദൈവം ഉണ്ടെന്നുള്ള പള്ളിക്കാർ വിചാരിക്കുക. പള്ളിയിലായാലും അമ്പലത്തിലായാലും പള്ളിയിലിരുന്ന ദൈവത്തിനെ മാറ്റിയിട്ട് ഒരു അമ്പലത്തിലെ ദൈവത്തിനെ എടുത്തു വെച്ചാൽ അങ്ങനെ ഒരു സ്ഥലത്ത് കയറി ഏതെങ്കിലും ഒരു ദൈവം ഇരിക്കുവോ? അതാണ് ആദ്യത്തെ സംശയം. പിന്നെ നമ്മുടെ ശബരിമല, എന്തെല്ലാം കാര്യങ്ങൾ അവിടെ നടക്കുന്നത്. പെണ്ണുങ്ങൾ കയറിയാൽ അയ്യപ്പന് ഭയങ്കര കുഴപ്പമുണ്ടാകുമെന്ന് പറയുന്നു. അതൊരു അന്ധവിശ്വാസമല്ലേ? ഇങ്ങനെ ഒരു അന്ധവിശ്വാസങ്ങളുടെ ഒരു നൂലാമാല ഇങ്ങനെ കിടക്കുകയാണ്. എല്ലാ ദിവസവും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇതാ നമുക്ക് ചുറ്റും. ഒരു അമ്പലത്തിലായാലും ഒരു പള്ളിയിലായാലും. പണ്ടൊക്കെ പള്ളിയിൽ പോകുന്ന ആൾക്കാര്, ക്രിസ്ത്യൻ പള്ളിയിൽ പോകുന്ന ആൾക്കാര് ഞായറാഴ്ചകളിൽ പള്ളിയിൽ പോകും, കുർബാന കൈക്കൊള്ളും, പ്രാർത്ഥിക്കും, തിരിച്ചു പോരും. ഇപ്പോഴങ്ങനെയല്ല. എന്തെല്ലാം പരിപാടികളാണ് നടക്കുന്നറിയാമോ? ഇവരെ ഈ വിശ്വാസത്തിൽ പിടിച്ചു നിർത്താൻ വേണ്ടി നമ്മൾ ഇതുവരെ കാണാത്ത ഒത്തിരി കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതുപോലെ അമ്പലങ്ങളിൽ നടക്കുന്നത് എന്താണ്? പണ്ടൊക്കെ അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ, ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ അമ്പലത്തിൽ പോകുന്ന സമയത്ത് ഒരു തുട എണ്ണ വാങ്ങി കൊടുക്കും, ഒരു കർപ്പൂര സാമ്പ്രാണിയെ കൊടുക്കും, തൊഴുതിട്ട് പോരും, അല്ലെങ്കിൽ ഒരു നാണയത്തൊട്ടിടും. അന്ന് 1 രൂപ നാണയത്തൊട്ട് പോലും ഇടൂല. അന്ന് 10 പൈസ 5 പൈസയൊക്കെയാണ് പെട്ടിയിലിടുന്നത്. അങ്ങനെയായിരുന്നു അന്നത്തെ പ്രാർത്ഥനയൊക്കെ. ഹിന്ദുക്കളായാലും പള്ളിയിൽ പോകുന്നവരായാലും ആരായാലും. ഇപ്പൊ അങ്ങനെയാണോ? ഇപ്പൊ ഈ മുഴുവൻ പറയട്ടെ, കട്ടിയല്ലേ, ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഇപ്പൊ ചെയ്യുന്നത് എന്താണ്? ഇപ്പം അമ്പലത്തില് ഒരു 10 ദിവസത്തെ സപ്താഹം എന്നും പറഞ്ഞ് കുറെ നമ്പൂതിരിമാർ വന്ന് പൂണൂല് വിട്ടിരുന്ന് ഈ പറയുന്ന രാമായണവും ഈ ഭാഗവതവും ഭഗവത്ഗീതയെല്ലാം വ്യാഖ്യാനിക്കുകയാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു പണിയില്ലാത്ത കുറെ പെണ്ണുങ്ങളും കുറെ ആൾക്കാരും അവിടെ പോയി ഇരിക്കുന്നു, അവിടെ ഭക്ഷണം ഉണ്ടാക്കുന്നു, അത് കഴിക്കുന്നു. അങ്ങനെ ഒരു 10 ദിവസമാണ് അവിടെ ചെലവാക്കുന്നത്. ഒരു വർഷം ഒരമ്പലത്തില് ഇതിന്റെ പേരിൽ തന്നെ എത്രയോ ലക്ഷങ്ങളാണ് മറിയുന്നതെന്ന് അറിയാമോ? പണ്ടൊക്കെ വിളക്ക് കത്തിക്കാൻ നിവൃത്തിയില്ലായിരുന്ന അമ്പലങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ആ നിർമാല്യം സിനിമ കണ്ട പോലെ അമ്പലങ്ങളൊക്കെ. ആ അമ്പലങ്ങളിലൊക്കെ ഇപ്പൊ എന്തുമാത്രം ലക്ഷങ്ങളാണ് മറിയുന്നതെന്ന് അറിയാമോ? ആൾക്കാരെ ഇങ്ങനെ വിശ്വസിപ്പിച്ച് ഭ്രാന്തടിപ്പിക്കുകയാണ്. ഈ അടുത്ത് എന്റെ ശ്രദ്ധ വന്ന വേറൊരു കാര്യമുണ്ട്. ഈ അടുത്ത കാലത്ത് ഒരു പയ്യന് PSC ജോലി കിട്ടി. PSC ജോലി കിട്ടാൻ വേണ്ടി അവൻ പോയി പ്രാർത്ഥിച്ച എവിടാന്നറിയാമോ? ഒരു ഇതുണ്ടല്ലോ, കൃപാസനം. അവിടെ പോയി പ്രാർത്ഥിച്ചതെന്നാ പറയുന്നത്. അവിടെ പോയി പ്രാർത്ഥിച്ചത് കൊണ്ട് അവന് PSC വഴി ജോലി കിട്ടി. ജോലി കിട്ടിക്കഴിഞ്ഞപ്പം ഞാൻ കൃപാസനത്ത് പോയി പ്രാർത്ഥിച്ചത് കൊണ്ടാണെന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ പോയി സാക്ഷ്യം പറയാൻ പോയി. ഇപ്പൊ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് കൃപാസനം പ്രാർത്ഥനയാ. ഇതൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഭ്രാന്തെന്ന് പറഞ്ഞാൽ ഭ്രാന്തിന്റെ അങ്ങേയറ്റമാണ്. നമ്മളൊക്കെ ഒരു വണ്ടി വാങ്ങിയാൽ ആൾക്കാർ ആദ്യം ചെയ്യുന്നത് എന്താ? ഒരു അമ്പലത്തിലെ പള്ളിയിൽ കൊണ്ടുപോയി പൂജിക്കും. ഞാൻ ഇതുവരെയായിട്ട് 3 കാർ വാങ്ങി ഒറ്റക്ക ആവശ്യത്തിന് വേണ്ടി. ശ്രീ സജീവ് കുമാറാണ് കൂത്തുപറമ്പിൽ നിന്നാണ്. ശ്രീ സജീവ് കുമാർ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ മലയാളിയോട് എന്ത് ചെയ്യാൻ പറഞ്ഞാലും, ഈ ജ്യോതിഷി അങ്ങനെയുള്ള ആ മട്ടിലുള്ള ആളുകൾ, പല പേരുകളിൽ അറിയപ്പെടുന്നവർ, എന്ത് ചെയ്യാൻ പറഞ്ഞാലും അതെല്ലാം അനുസരണയോടുകൂടി മറുത്തൊരു ചോദ്യം പോലും ഇല്ലാതെ ചെയ്യുന്നവരായി മലയാളികൾ വലിയൊരു വിഭാഗം മാറാൻ കാരണം എന്താണ്? കിരൺ സാറേ, ഞാൻ ആദ്യമായിട്ട് ഇന്നലെ നിങ്ങൾ പൊട്ടിത്തെറിക്കുന്ന കിരണാട്ടിനെ ഞാൻ കണ്ടേ. ഇന്ന് നിങ്ങൾ വളരെ നിശബ്ദമായിട്ടാണ് ഇത്ര സമയം ഞാൻ കണ്ടത്. നിങ്ങളെ അങ്ങനെ പൊട്ടിത്തെറിക്കേണ്ട എന്തെങ്കിലും വിഷയം ഉണ്ടായിരുന്നു? ഇന്നലെ വർഗീയത ഇന്നലെ നിങ്ങൾ ഒരുപാട് പൊട്ടിത്തെറിക്കേണ്ട വിഷയങ്ങൾ ആരല്ലോ ഇങ്ങനെ ഫോണിൽ ചോദിച്ച്. ഇന്ന് അങ്ങനെ എന്തെങ്കിലും വിഷയം ഉണ്ടായോ? ഇന്നില്ല. ഇന്ന് വളരെ നിശബ്ദമായിട്ട് നിശബ്ദനായ കിരണ ഞാൻ കണ്ടേ. എന്ത് ചെയ്യണം? ഇത് അപൂർവ. ഒരാള് വർഗീയത പറയുമ്പോ നമ്മള് സ്വാഭാവികമായി വരേണ്ടി വരും. ഇതിപ്പോ എനിക്ക് തോന്നുന്നു ഇതിന്റെ വിഷയം എന്ന് വെച്ചാൽ, ഈ മന്ത്രവാദത്തിന്റെ വിഷയം എന്ന് പറഞ്ഞാൽ അത് ഹിന്ദു മതത്തിലും ക്രിസ്ത്യൻ മതത്തിലും മുസ്ലിം മതത്തിലും ഉണ്ട്. ആർക്കും നിങ്ങളതാണ് ഇത് എന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് ഈ അത്തരം ആളുകൾക്ക് ഇതിനകത്ത് കാര്യമായ ചർച്ചയിൽ പങ്കെടുത്തിട്ടില്ല. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.